അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നല്ല രീതിയിൽ തന്നെ മുടി കൊഴിച്ചിലിന്റെ പ്രശ്നമുണ്ട്, അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ താരന്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ താരനും മുടി കൊഴിച്ചിലും ഒരേപോലെ തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഈസി ആൻഡ് സിമ്പിൾ പാക്ക് തയ്യാറാക്കി എടുക്കാം. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ ഈ ഒരു പാക്ക് ആഴ്ചയിൽ 2 വട്ടമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇപ്പം നല്ല രീതിയിൽ തന്നെ മുടി കൊഴിച്ചിലുണ്ട്, നല്ല രീതിയിൽ താരന്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആഴ്ചയിൽ 2 ദിവസം മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു സിമ്പിൾ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ആരും മടിക്കേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു താരന് വേണ്ടിയിട്ട് മുടി കൊഴിച്ചിലിന് വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. പായ്ക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടുന്നത് മുരിങ്ങയുടെ ഇലയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ച് മുരിങ്ങയില എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് കൊച്ചുള്ളിയാണ്. ഞാനിവിടെ 2-3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലിപ്പോൾ വലിയ സൈസ് ഉള്ളിയാണ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞാൻ 2-3 കൊച്ചുള്ളി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് കറ്റാർവാഴയാണ്. നമ്മളെപ്പോഴും ഫ്രഷ് ആയിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കറ്റാർവാഴ തന്നെ യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് 2-3-4 തണ്ട് കറിവേപ്പില നമ്മൾ എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇതിനകത്ത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറിവേപ്പിലയും കൂടി എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു മിക്സിയുടെ ജാർ എടുക്കാം. എന്നിട്ട് നമുക്ക് ഇലയും ആ കമ്പും കാര്യങ്ങളൊക്കെ ഊരി മാറ്റിയ ശേഷം നമുക്ക് മിക്സിയിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2-3 ടേബിൾ സ്പൂണോളം നല്ല പുളിയുള്ള തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ അടിച്ചെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ താരനും കാര്യങ്ങളൊക്കെ മാറാനൊക്കെ തൈര് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഉള്ളി നേരത്തെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ചേർത്ത് അടിച്ചെടുക്കാം. അങ്ങനെ ഈ ഒരു പാക്ക് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലോത്ത് വെച്ചിട്ട് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് കേട്ടോ. പക്ഷേ അങ്ങനെ തേക്കുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഒഴുകി ഒഴുകി നടക്കേണ്ടതായിട്ട് വരും. ഇതാകുമ്പോഴത്തേക്ക് കുറച്ചിങ്ങനെ നമ്മളിങ്ങനെ തിക്കായിട്ട് തന്നെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇങ്ങനെ ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇലയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. എങ്കിലും നമുക്കത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്കാൽപ്പിലോട്ട് കുറച്ച് നേരം നമുക്ക് ആ ഒരു നനവോട് കൂടി ആകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒഴുകി നടക്കാത്ത ഒരു രീതിയിൽ നമുക്ക് സ്കാൽപ്പിലോട്ട് നല്ല രീതിയിൽ തന്നെ കുറച്ച് നേരം ഇരിക്കുകയും നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇലയുടെ കാര്യങ്ങളൊക്കെ പ്രശ്നമാണ്, ഇലയുടെ പൊടിയൊക്കെ നമുക്കിങ്ങനെ പ്രശ്നമായിട്ട് നമ്മുടെ ഹെയറിൽ ഇരിക്കും എന്ന് തോന്നലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ. നമുക്ക് നന്നായിട്ട് തന്നെ ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് നല്ലപോലെ തന്നെ ചീകി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇലയും കാര്യങ്ങളൊക്കെ പൊക്കോളൂ. അപ്പം ഇങ്ങനെ തന്നെ തേക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇതാകുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ ഇരിക്കുമല്ലോ. ഇനി നമുക്ക് ഈ ഒരു പാക്ക് നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഓയിൽ വേണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ഡ്രൈ ആക്കും നമ്മുടെ ഹെയറിനെ. അലോവേറ ഒക്കെ ചേർത്തത് കൊണ്ട് കുറച്ച് ഡ്രൈനെസ് ഒക്കെ കുറവായിരിക്കും. എങ്കിലും നമുക്ക് കുറച്ചൊരു ഓയിൽ നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ വകച്ചിലെടുത്താണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു വകച്ചിലെടുക്കാം. എന്നിട്ട് നമുക്ക് സ്കാൽപ്പിൽ നല്ലപോലെ തന്നെ ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുടി കൊഴിച്ചിലുണ്ട്, നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ താരനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ ആഴ്ചയിൽ 2 വട്ടം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് നോക്കട്ടെ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ തന്നെ താരനും മുടി കൊഴിച്ചിലൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. നല്ല രീതിയിൽ തന്നെ മുടി കൊഴിച്ചിലും താരനും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 വട്ടം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലില്ല, താരൻ്റെ പ്രശ്നം അധികമായിട്ട് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1 വട്ടം ആണെന്നുണ്ടെങ്കിലും മതി കേട്ടോ. ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് തന്നെ മുടി കൊഴിച്ചിൽ മാറും, അതേപോലെ തന്നെ താരൻ്റെ പ്രശ്നമൊക്കെ മാറും കേട്ടോ. ഇപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ താരൻ്റെ പ്രശ്നമൊക്കെ ഉള്ളിടത്താണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് നേരം അതങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് തന്നെ താരൻ്റെ പ്രശ്നമൊക്കെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഒരു പാക്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ സ്കാൽപ്പിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നമുക്കിപ്പോൾ താരൻ്റെയും മുടി കൊഴിച്ചിൻ്റെയും ഒക്കെ പ്രശ്നമാകുമ്പം നമ്മുടെ സ്കാൽപ്പാണ് നല്ലപോലെ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 വട്ടം മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. നമുക്കിപ്പോൾ താരൻ്റെ മുടി കൊഴിച്ചിലിൻ്റെ ഒക്കെ പ്രശ്നം കൂടുതലായിട്ടുള്ളവർ നമ്മൾ ഈ ഒരു പാക്കിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ താരം നന്നായിട്ട് തന്നെ കുറയ്ക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇതിപ്പം ഉള്ളിയാണെന്നുണ്ടെങ്കിലും തൈരാണെങ്കിലും അതേപോലെ തന്നെ മുരിങ്ങയുടെ ഇല ആണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ മുടി കൊഴിച്ചിൽ മാറ്റാനും താരം മാറ്റാനും ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് ഫുള്ളായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്കാൽപ്പിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി ഒന്ന് കെട്ടി വെക്കണം. കെട്ടി വെച്ചിട്ട് ഏകദേശം ഒരു
20 മിനിറ്റ് ഞാനിങ്ങനെ വെക്കും. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നമ്മളിപ്പോൾ ചെറിയൊരു മൈൽഡ് ഷാമ്പൂവിൽ ഞാൻ വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പം നമുക്ക് 20 മിനിറ്റ് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് കളയണം. പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇത് അരിച്ചെടുക്കാത്തത് കൊണ്ട് ചെറുതായിട്ടല്ല, നമുക്ക് അത്യാവശ്യം നമ്മുടെ ഹെയറിൽ ഈ ഒരു ഇലയുടെ പൊടിയും കാര്യങ്ങളൊക്കെ കാണും. അപ്പം നമുക്ക് അത് പെട്ടെന്ന് തന്നെ പൊക്കോളും. നമ്മുടെ ഹെയർ നന്നായിട്ടൊന്ന് ഉണങ്ങി കഴിഞ്ഞ ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കോംബ് ചെയ്യണം കേട്ടോ. നമ്മൾ ഫ്രണ്ടിലോട്ടൊക്കെ ഇട്ടിട്ട്, എന്ന് വെച്ചാൽ ഒരു ഇൻവേർഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യത്തില്ലേ, അതേപോലെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കോംബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഇലയും കാര്യങ്ങളൊക്കെ പോയി കിട്ടും. നമ്മളിപ്പോൾ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒഴുകി നടക്കും. ഇത് തന്നെ ഇപ്പം ഒഴുകി ഇങ്ങനെ എൻ്റെ ഈ ഒരു മുഖത്തൂടെയൊക്കെ നടപ്പുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്ന് വെച്ചാൽ കുറച്ച് ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഇരിക്കുമല്ലോ. മറ്റേത് ഇങ്ങനെ ഒഴുകി പെട്ടെന്ന് തന്നെ ഡ്രൈ ആവാനും അതേപോലെ തന്നെ ഒഴുകി നടക്കാനും ഒക്കെ ആയിട്ട് ചാൻസ് കൂടുതലാണല്ലോ. അപ്പം നമുക്കിതൊരു 20 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ്. പിന്നെ നമുക്കിത് ആഴ്ചയിൽ 2 വട്ടം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ല രീതിയിൽ തന്നെ താരനുള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് 2 വട്ടം നമുക്കിത് യൂസ് ചെയ്യാം ആഴ്ചയിൽ. അതേപോലെ തന്നെ വലിയ രീതിയിൽ താരൻ്റെയോ മുടി കൊഴിച്ചിലിൻ്റെ ഒന്നും പ്രശ്നമില്ല. എങ്കിലും താരൻ്റെയോ മുടി കൊഴിച്ചിലോ ഒക്കെ ചെറിയ രീതിയിലേ ഉള്ളൂ എങ്കിൽ നമുക്കിത് ആഴ്ചയിൽ 1 വട്ടവും. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ആഴ്ചയിൽ 2 വട്ടം യൂസ് ചെയ്യാനായിട്ട് നോക്കാം. നല്ലൊരു അടിപൊളി പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.